ഫ്രണ്ട്സ്, ഇന്ന് വളരെ സിമ്പിളായിട്ടായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ ഉച്ചഭക്ഷണം. സിമ്പിളെന്ന് പറഞ്ഞാൽ കാര്യമായ കറികളൊന്നും വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ വെണ്ടയ്ക്ക ഇരുന്നു. ഒരു 4 വെണ്ടയ്ക്ക എടുത്തു, 4 വെണ്ടയ്ക്ക എടുത്തു, ഒരു 4 പച്ചമുളക് എടുത്തു, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി ചെറിയുള്ളി, ഒരു 4 വെള്ളുള്ളി, പിന്നെ ആവശ്യാനുസരണമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, കടുക് വറക്കാനും ഉള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും പിന്നെ കടുക്. ഇത്രയും മാത്രം സാധനങ്ങളെ ഇതിലുള്ളൂ. ഒരു 4-5 വെണ്ടയ്ക്ക മതി നമുക്ക് 2 നേരത്തെ കറിയാകും. ഇത് ചപ്പാത്തിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാം പറ്റിയൊരു കറിയാണ്. ഇതൊരു കറി വെച്ചാൽ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കൊണ്ട് വെണ്ടയ്ക്ക ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ മൂക്കുമ്പോൾ അതിലേക്ക് 4, 5, 6 ഞാനിന്ന് ഒരു 4 എടുത്തിട്ടുള്ളൂ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞ്, ഒരുപാട് നീളത്തിലല്ല, ഈ നീളം മതി കേട്ടോ, ഒരുപാട് നീളത്തിലില്ല, അരിഞ്ഞ് അതിലേക്കിട്ട് അതൊന്ന് വഴറ്റിയെടുത്തു. ഒരുപാട് വഴിയുണ്ട, അതിൻ്റെ ആ പച്ച രുചിയൊന്ന് മാറുന്നതിന് വേണ്ടി ഒന്ന് വഴറ്റി, അതിൻ്റെ വഴുവഴുപ്പ് ഒന്ന് മാറുന്നതിന് വേണ്ടി വഴറ്റിയെടുത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരിയെടുത്തു. അതിനുശേഷം ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ടു, ഉള്ളിയിട്ടു. ഉള്ളി ചെറിയുള്ളിയാണ്, അത് കഷ്ണിക്കണ്ട, ഒരു കളഞ്ഞ് വൃത്തിയാക്കി എടുത്താൽ മതി. ആ ഉള്ളി ഒരു 3-4 വെള്ളുള്ളി കഷ്ണങ്ങൾ ഇതും കൂടെ അതിലോട്ടിട്ട് അതിനെ ഒന്ന് ഒരു മീഡിയം വഴറ്റി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് വഴറ്റി. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഇതൊരു പുളിയാണല്ലോ, ഒരു ഇത്ര വലിപ്പത്തിൽ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു, ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് വഴന്നു കഴിഞ്ഞപ്പോൾ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, ഒരൽപ്പം കായപ്പൊടി, ഉലുവാപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടത് ഇത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി. ഈ മസാലകൾ വഴറ്റി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരൽപ്പം സാമ്പാർ പൊടി ഇടാം. കൂടിപ്പോയ സാമ്പാറിൻ്റെ രുചി ഒരു 1/4 സ്പൂൺ സാമ്പാർ പൊടി വേണമെങ്കിൽ ഇടാം. എന്നിട്ട് അതിനെ വഴറ്റിയെടുത്തിട്ട് ആ വാളംപുളി പിഴിഞ്ഞിതിലേക്ക് ഒഴിക്കുക. പിഴിഞ്ഞിതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കണം. തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു അരമൂടി നാളികേരവും ഒരിത്തിരി കുരുമുളകും ഒരു ലേശം ജീരകവും കൂടെ നല്ല മഷി പോലെ അരയ്ക്കണം. അരച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഈ പുളിക്കകത്ത് കണ്ട് തിളയ്ക്കും. ഈ പുളിക്കകത്ത് കണ്ട് തിളയ്ക്കുമ്പോൾ ഉള്ളി, പച്ചമുളകും ഈ പൊടികൾ എല്ലാം കൂടെ പുളി പിഴിഞ്ഞ് വെച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടണം. വെണ്ടയ്ക്ക ഇട്ട് നമ്മൾ ഒന്നുകൂടെ അത് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ നാളികേരവും കുരുമുളക് പൊടിയും ജീരകവും കൂടെ മഷി പോലെ അരച്ചതും കൂടി ഇതിലേക്ക് കലക്കി, ഉപ്പൊക്കെ നോക്കി, പുളിയൊക്കെ നോക്കി, ഒരുപാട് വെള്ളമാകരുത്, എന്നാൽ ഒരുപാട് കൊഴുക്കനെ ആകരുത്, ഒരുപാട് കൊഴിച്ചൊന്നും ഒരു കറിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ
അതൊന്ന് ചെറുതായിട്ട് തിളയ്ക്കണം. ഒരുപാട് തിളയ്ക്കരുത്. നാളികേരം അരച്ചൊഴിച്ചതിന് ശേഷം ഒരുപാട് തിളയ്ക്കരുത്. എന്നിട്ട് നമ്മളത് ഒരു പിടി ചെറിയുള്ളി ഏറെ വേണം കടുക് താളിക്കാൻ കേട്ടോ. 2 വറ്റൽമുളക്, ചെറിയുള്ളി ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും, 2 വറ്റൽമുളകും, ഒരൽപ്പം കടുകും ഉലുവയും കൂടെ ഇട്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് അതിനെ താളിക്കുക. താളിച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ചീനിച്ചട്ടിയിൽ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് അത് ശരിയാക്കി എടുക്കുക. നല്ല കറിയാണ് കേട്ടോ. ഈ വെണ്ടയ്ക്കാപ്പുളി നമ്മൾ പലതരം പുളികൾ വയ്ക്കുന്നുണ്ടല്ലോ. ഈ മത്തങ്ങാ പുളി വയ്ക്കും, കുമ്പളങ്ങാ പുളി വയ്ക്കും, പിന്നെ പച്ചമുളക് കൊണ്ട് നമ്മൾ പുളി വയ്ക്കും. പാലക്കാട്ടുകാരുടെ വെറും പുളിയുണ്ട്, മുളക് വറുത്തപ്പുളി. ഇത് വെണ്ടയ്ക്കാപ്പുളി. ഈ വെണ്ടയ്ക്കാപ്പുളി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. എങ്കിലും ഞാൻ ഒരു ഓലനും കൂടെ വെച്ചിട്ടുണ്ട്. ഓലൻ, മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മത്തങ്ങ നുറുക്കി ഒരു ചെറിയ കഷ്ണം നമ്മുടെ വീട്ടിലെ ആവശ്യാനുസരണം നമ്മൾ ചെയ്യണം കേട്ടോ. ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി 2 പച്ചമുളകും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊന്നും ഉണ്ട് കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച്, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഒഴിച്ച് അടുപ്പത്ത് വെച്ച് നല്ലോണം വേകുമ്പോൾ അതിലേക്ക് പിന്നെ ഒന്നുമില്ല, അതിനെ ഒന്ന് ഉടച്ച് ഇത്തിരി കറിവേപ്പിലയും ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ സൂപ്പർ നല്ല ഓല. ഈ പുളിക്ക്, വെണ്ടയ്ക്ക പുളിക്ക് കോമ്പിനേഷനാണ് ഇത്. പുളിയല്ലേ, അപ്പോൾ പുളിയില്ലാത്തൊരു കറി മത്തൻ ഓലൻ. ഇന്നിവിടെ വെണ്ടയ്ക്കാപ്പുളി, മത്തൻ ഓലനും പപ്പടവും സംഭാരം ഇതൊക്കെ ഇരിപ്പുണ്ട്. കൊണ്ടാട്ടമുളക് വറുത്തിട്ടുണ്ട്, അച്ചാറുണ്ട്. ഇതേത് വേണമെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതാണ് ഇന്നത്തെ നമ്മുടെ കറി. ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നന്നായിട്ടൊരു കുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യമായിട്ട് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയതിന് കഷ്ണങ്ങളാക്കി അതിന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചെയ്യുന്ന രുചി കേട്ടോ. ഒന്ന് വഴറ്റുക, ഒരുപാട് വേണ്ട. വഴറ്റി കോരിയെടുത്തിട്ട് ആ ചീനിച്ചട്ടിയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ഒരു പിടി വേണം, അതും കൂടെ ഒരു 2 കഷ്ണം വെള്ളുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. ഒരുപാട് വഴന്നു പോകണ്ട. വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യാനുസരണമുള്ള പുളി പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ മസാലകൾ ചേർത്ത് വേണമെങ്കിൽ ഒരിത്തിരി 1/4 സ്പൂൺ സാമ്പാർ പൊടി ഇടാം. വേണമെങ്കിൽ മതി കേട്ടോ. ഒരു സ്പെഷ്യൽ രുചിയാണ്. ഇതെല്ലാം കൂടെ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റുന്നില്ലേ അതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് തിളയ്ക്കുമ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്ത് ആ വെണ്ടയ്ക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു മൂടി നാളികേരത്തിൻ്റെ പകുതി, ഒരു മൂടി വേണ്ട പകുതി നാളികേരവും ഇത്തിരി കുരുമുളക് പൊടി, ഒരു നുള്ളി ജീരകവും കൂടെ നന്നായിട്ട് അരച്ച് ഈ തിളച്ച് പുളിവെള്ളത്തിൽ തിളയ്ക്കുന്ന കഷ്ണത്തിലേക്ക് ഒഴിക്കുക. ഉപ്പും കയറിയും പുളിയൊക്കെ നോക്കിയിട്ട് താളിച്ചിടുക, കടുക് വറുത്തിടുക. ഇത്രയേ ഉള്ളൂ. ഇതിന് ഒരു പാടുമില്ല. പെട്ടെന്ന്. പിന്നെ ഓലൻ എളുപ്പമാണല്ലോ. മത്തങ്ങ അരിയുന്ന താമസമുള്ളൂ. മത്തങ്ങ നമ്മുടെ വീട്ടിലെ മത്തങ്ങയാണെങ്കിൽ നമുക്ക് തോലോടുകൂടി തന്നെ എടുക്കാം. മേടിക്കുന്നതാകുമ്പോൾ തോല് ചെത്തിക്കളയണം. മത്തങ്ങ അരിഞ്ഞ് കുറച്ച് നികക്കൊന്നും വേണ്ട, കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് 2 പച്ചമുളകും ഇട്ട്
കീറിയിട്ട് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേകണം. നന്നായി വേകുമ്പോൾ ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ. ഞാൻ ഇടയ്ക്കൊക്കെ ഒരു ഓർമ്മത്തപ്പൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം അതെന്താണ് കാരണമെന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ 2 വിഭവങ്ങളും നിങ്ങൾ ചെയ്തു നോക്കണം. ഞാൻ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കണം. സിമ്പിൾ കറികളാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.